Hello everyone, welcome to Dream Life. This is Jamsina, your own life coach. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്നത് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്കാണ്. മറ്റൊന്നുമല്ല, സമ്പത്തിനെക്കുറിച്ചും എങ്ങനെ സമ്പന്നനാകാം അതിനു വേണ്ട മൈൻഡ് സെറ്റിനെ കുറിച്ചുമാണ് ഇന്ന് പറയാൻ പോകുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലേ, എൻ്റെ കയ്യിൽ കാശൊന്നും നിൽക്കുന്നില്ല, എനിക്ക് പണക്കാരനാവാൻ ഭാഗ്യമില്ല, അല്ലെങ്കിൽ മാസാവസാനമാകുമ്പോഴേക്ക് പണം എങ്ങനെ പോകുന്നു എനിക്കറിയില്ല, എൻ്റെ കൈ ഓട്ടക്കൈയാണ് എന്നൊക്കെ പറഞ്ഞ് പരാതിപ്പെടാറില്ലേ? എന്നാൽ അത് മാറ്റാൻ റെഡി ആയിക്കോളൂ. നിങ്ങൾക്കുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ടിപ്സ് പോയിൻറ്റ്സ് പറഞ്ഞു തരാം. അതായത് ആദ്യം തന്നെ പണക്കാരുടെ മൈൻഡ് സെറ്റ് നമുക്ക് നോക്കാം. പണക്കാർ വിചാരിക്കുന്നത് അവനവൻ്റെ ലൈഫ് കെട്ടിപ്പടുക്കുന്നത് അവനവൻ്റെ ഉത്തരവാദിത്തമാണ് എന്നാണ്. ശരിയല്ലേ? ഓരോരുത്തരുടെയും ലൈഫ് കെട്ടിപ്പടുക്കേണ്ടത് അവരവർ തന്നെയാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വന്നു ഭവിക്കുന്നതല്ല, മറ്റാരെങ്കിലും കൊണ്ടു തരേണ്ടതുമല്ല, അല്ലേ? അപ്പോൾ അവനവൻ കെട്ടിപ്പടുക്കുന്നത് അത് റിച്ചാവാം അല്ലെങ്കിൽ പൂവറാകാം, അത് രണ്ടും നമ്മുടെ പ്രവൃത്തികൾ മൂലമാണ് നമുക്ക് വന്നു ചേരുന്നത്. അപ്പോൾ ക്രിയേറ്റ് യുവർ ലൈഫ് ബ്യൂട്ടിഫുള്ളി റിച്ച് ആൻഡ് ഹാപ്പി. പക്ഷെ പാവപ്പെട്ടവർ എന്താ വിചാരിക്കുന്നത്? അയ്യോ, എനിക്ക് കാശില്ല, എൻ്റെ കാരണവർ കുടുംബത്തിലെ ആരും സമ്പന്നനല്ല, എനിക്കും കാശ് സമ്പാദിക്കാനോ സമ്പത്ത് ഉണ്ടാക്കാനോ ഒന്നിനും കഴിയില്ല, അതുപോലെ അതിനുള്ള ഭാഗ്യമില്ല, എബിലിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞ് സ്വയം പഴിച്ച് ജീവിക്കുന്നവരാണ് മിക്കവരും, അല്ലേ? അപ്പോൾ റിച്ച് മൈൻഡ് സെറ്റിലേക്ക് വരുമ്പോൾ എന്താ കാര്യം? നമ്മൾ നമ്മുടെ ജീവിതം ഉത്തരവാദിത്തോടെ ഏറ്റെടുക്കുക, കാശില്ലെങ്കിൽ കാശുകാരനാവാൻ പറ്റും എന്ന ഒരു ദൃഢനിശ്ചയത്തിൽ പ്രവർത്തിക്കാൻ ഒരുങ്ങും. നെക്സ്റ്റ് നോക്കേണ്ടത്, റിച്ച് പീപ്പിൾസ് ആർ പോസിറ്റീവ് ഹാപ്പി, അല്ലേ? അവർ പോസിറ്റീവായിരിക്കും, എല്ലാ കാര്യങ്ങളും പോസിറ്റീവായ കണ്ണോടുകൂടി കാണുന്നവരായിരിക്കും. അതുപോലെ തന്നെ ഹാപ്പി ആയിരിക്കും അവർ. സദാസമയം ഹാപ്പി ആയിരിക്കുന്നവർക്ക് മാത്രമേ സമ്പത്തിനെ അട്രാക്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. നിരാശ, ദുഃഖം, പടുപ്പ്, വഴക്ക്, ദേഷ്യം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ഒരിക്കലും പണം വരത്തില്ല. കാരണം പണത്തിന് വേണ്ടത് ഹൈ ഫ്രീക്വൻസിയാണ്. സന്തോഷം എന്നത് ഒരു ഹൈ ഫ്രീക്വൻസിയിൽ നടക്കുന്ന സംഭവമാണ്. അപ്പോൾ നിങ്ങൾ എന്നു മുതൽ സന്തോഷത്തോടുകൂടി, ബോധപൂർവം സന്തോഷത്തോടുകൂടി ഇരിക്കാൻ തയ്യാറാവുന്നു, അന്നു മുതൽ നിങ്ങളിലേക്ക് പണത്തിൻ്റെ ഒഴുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കും. ട്രസ്റ്റ് മീ, ദിസ് ഈസ് മാജിക്. നിങ്ങൾ അതിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ഹൈ ഫ്രീക്വൻസിയിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങളിലേക്ക് പണം താനെ ഒഴുകി വരും. അപ്പോൾ അതിനുള്ള പ്രവൃത്തികൾ, സാഹചര്യങ്ങൾ ഇതെല്ലാം നമ്മൾ സൃഷ്ടിച്ചെടുക്കും, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ, വ്യക്തികളിൽ എന്നിവ നമ്മളിലേക്ക് വരികയും അങ്ങനെ നമ്മൾ പുതിയ ജോലി അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് ഏതെങ്കിലുമൊക്കെ രീതിയിലേക്ക് നമ്മളെ ഒരു ദൈവം നയിക്കുകയും അതിലൂടെ നമുക്ക് സമ്പത്ത് ഒരുപാട് ഏൺ ചെയ്യാൻ പറ്റുകയും ചെയ്യും. തിങ്ക് പോസിറ്റീവ്, സ്റ്റേ ഹാപ്പി. മൂന്നാമത്തേത്, റിച്ച് പീപ്പിൾസ് തിങ്ക് ബിഗ്. അതായത് വലിയ വലിയ സ്വപ്നങ്ങളെക്കുറിച്ചും വലിയ വലിയ നേട്ടങ്ങളെക്കുറിച്ചും വലിയ പ്ലാനിങ്സും എല്ലാം പണക്കാർക്കുണ്ടാകും, അല്ലേ? ബിസിനസ് തുടങ്ങണം, വലിയ വ്യവസായങ്ങൾ തുടങ്ങണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് തലപ്പത്തെത്തണം, ഇത്ര കോടി സമ്പാദിക്കണം, അങ്ങനെയുള്ള വലിയ സ്വപ്നങ്ങളായിരിക്കും. ഇത്ര കോടിയുടെ വീട്, ആഡംബര കാറ്, ലക്ഷ്വറിയസ് ലൈഫായിരിക്കും അവർ ഡ്രീം ചെയ്യുന്നത്, അല്ലേ? സ്വപ്നം കാണുമ്പോൾ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ കാണുക. അപ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്താണ് വിചാരിക്കുക? ഇത്രയും വലിയ സ്വപ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇയാൾ റിച്ച് ആയിരിക്കും, അല്ലേ? നമ്മളെ ആ റിച്ച്നെസ്സിൻ്റെ വഴിയിലേക്ക് സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെ കൊണ്ടെത്തിക്കുന്നതാണ്. തിങ്ക് ബിഗ്. പാവപ്പെട്ടവർ എന്നും ചെറിയ ചെറിയ സ്വപ്നങ്ങളെ കാണുള്ളൂ, അല്ലേ? ചെറിയ ചെറിയ സ്വപ്നങ്ങളിൽ കൂടാൻ ഉള്ളതല്ല നിങ്ങളുടെ ജീവിതം. ഏറ്റവും വലിയ സ്വപ്നങ്ങൾ കാണുക, അതിന് വേണ്ടി വർക്ക് ചെയ്യുക. അടുത്ത ടിപ്പാണ്, എപ്പോഴും സമ്പത്തിനെക്കുറിച്ച് പഠിക്കുകയും പുതിയ പുതിയ സ്കില്ലുകൾ നേടുകയും സമ്പത്ത് എങ്ങനെ നന്നായി കൈകാര്യം ചെയ്യാമെന്നും പണക്കാർക്കറിയാം. ഇപ്പോൾ മാസം ഇത്ര ലക്ഷം രൂപയാണ് കിട്ടുന്നതെങ്കിൽ അതിൽ എത്ര ചെലവിനെടുക്കണം, എത്ര സേവിങ്സായി മാറ്റണം, എത്ര നമ്മൾ നിക്ഷേപിക്കണം എന്നുള്ളതെല്ലാം വളരെ ക്ലാരിറ്റിയോടുകൂടി ചെയ്യുന്നതാരാ? പണക്കാരാണ്. അവരുടെ മണി എവിടെയും വേസ്റ്റ് ആവുന്നില്ല, അവർക്കെല്ലാം ക്ലിയർ കട്ടായിട്ട് അറിയാം. പക്ഷെ പാവപ്പെട്ടവരുടെ കേസ് എടുക്കുകയാണെങ്കിലോ, അവർ കുറേ ചിലവഴിക്കുന്നു, കുറച്ച് സേവ് ചെയ്യുന്നു,
വീണ്ടും ചിലവ് വരുമ്പോൾ ആ സേവിങ്സിൽ നിന്ന് എടുക്കുന്നു, പിന്നീട് കടം മേടിക്കുന്നു, അങ്ങനെ ലോൺ കടം, പിന്നെ അത് അടച്ചു വീട്ടാൻ വേറെ ലോൺ എടുക്കുന്നു, അങ്ങനെ പോകുന്ന പാവപ്പെട്ടവരുടെ ഒരു ലൈഫ് എന്നത്. സോ അവർ എപ്പോഴും ഈ കടത്തിനെയാണ് അട്രാക്റ്റ് ചെയ്യുന്നത്. കാരണം അവരുടെ മൈൻഡ് സെറ്റ് എല്ലാം ഇതിനെക്കുറിച്ചാണ് അല്ലേ. പക്ഷേ നമ്മൾ എപ്പോഴാണോ നമുക്ക് കിട്ടുന്ന കാശിൽ നിന്നും എങ്ങനെ സേവ് ചെയ്യാം, എങ്ങനെ നിക്ഷേപിക്കാം എന്ന് ചിന്തിക്കുന്നത്, അവിടെ നമ്മുടെ ആവശ്യങ്ങളും ചെലവുകളും ചുരുങ്ങുകയും സേവിങ്സ് അതുപോലെ തന്നെ നിക്ഷേപങ്ങളെല്ലാം കൂടുകയും ആ നിക്ഷേപങ്ങളുടെ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്ക് പ്രാപ്തി നൽകുകയും ചെയ്യുന്നു. സോ സ്റ്റഡി അബൌട്ട് മണി, അതുപോലെ തന്നെ സമ്പത്തിനെക്കുറിച്ച് പഠിക്കുകയും സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് എന്നത്, പണക്കാർ എപ്പോഴും സഹവസിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള റിച്ചായിട്ടുള്ള, അതായത് മൈൻഡ് സെറ്റ് കൊണ്ട് റിച്ചായിട്ടുള്ള, അതുപോലെ തന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും അല്ലേ. അതായത് ജീവിതത്തിൽ വിജയിച്ചവരുടെ കൂടെ നമ്മൾ ഇരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി നമ്മളും വിജയം ആഗ്രഹിക്കുകയും ആ പാതയിൽ എത്തിച്ചേരുകയും നമ്മൾ വിജയികളാവുകയും ചെയ്യും. എന്നാൽ ഒരു ലക്ഷ്യവുമില്ലാതെ വെറുതെ ലോകത്തിനെ കുറ്റം പറഞ്ഞ്, സമൂഹത്തെ കുറ്റം പറഞ്ഞ്, ജനങ്ങളെ കുറ്റം പറഞ്ഞ് പാഴ്വാക്കുകൾ പറഞ്ഞ് ജീവിക്കുന്നവരുടെ കൂടെയാണ് നമ്മളെങ്കിൽ നമ്മളുടെ ജീവിതം എങ്ങും എത്തില്ല എന്ന് മാത്രമല്ല, എപ്പോഴും നെഗറ്റീവ് സംഭവങ്ങൾ സംഭവിക്കുകയും അതുപോലെ തന്നെ ദുരിതവും ദുഃഖവും നിരാശയും കടങ്ങളും മാത്രമായിരിക്കും അല്ലേ കൂടെ. സോ ഓൾവേസ് അസോസിയേറ്റ് വിത്ത് പോസിറ്റീവ് സക്സസ്ഫുൾ റിച്ച് പേഴ്സൺസ്. മനസ്സുകൊണ്ട് സമ്പന്നനായവർക്ക്, നല്ല നല്ല വാല്യൂസ് ഉള്ളവരോടുകൂടി, അറിവുള്ളവരോടുകൂടി, സമയത്തിൻ്റെ വില അറിയുന്നവരോടുകൂടി, പണത്തിൻ്റെ വില അറിയുന്നവരോടുകൂടി, ഏറ്റവും നല്ല ക്വാളിറ്റീസ് ഉള്ള ആളുകളുമായി, ഏറ്റവും നല്ല സംസ്കാരമുള്ള ആളുകളുമായി നമ്മൾ സഹവസിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വൈബ്രേഷൻസ് കൂടുകയും നമ്മൾ കാണുന്നതെല്ലാം റിച്ച്നെസ് ആണല്ലേ. സോ അതിലേക്ക് നമ്മൾ അടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ടിപ്പ് ആരും മറക്കരുത്. ഓൾവേസ് സ്റ്റേ വിത്ത് പോസിറ്റീവ് പീപ്പിൾ, അതർവൈസ് വിഡ്രോ ഫ്രം ദി നെഗറ്റീവ് പീപ്പിൾസ് ആണ് ഉള്ളതെങ്കിൽ അതിൽ നിന്നും അവോയ്ഡ് ചെയ്യുക. ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തുകൊണ്ട് അവരിൽ നിന്നും ഒരു അകൽച്ച എന്നും കീപ്പ് ചെയ്യുക. ആവശ്യത്തിന് മാത്രം അവരോട് ഇടപെടുക. നെക്സ്റ്റ് എന്നത്, പണക്കാർ നിരന്തരം പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. അവർ ന്യൂ സ്കിൽസ് പഠിക്കുന്നു, സമ്പത്തിനെക്കുറിച്ച് പഠിക്കുന്നു, മറ്റുള്ള കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നു. എവിടെ നിന്നാണോ അറിവ് കിട്ടുന്നത്, ഒരു മെൻറ്ററെ കണ്ടെത്തുന്നു, ലൈഫ് കോച്ചിനെ കണ്ടെത്തുന്നു, അവരിൽ നിന്നും പഠിക്കുന്നു, ബുക്സ് വായിക്കുന്നു, പുതിയ മാഗസീൻസ് വായിക്കുന്നു. അതിനൊക്കെ വേണ്ടി പണം ചെലവഴിക്കാൻ, അവർ സെൽഫിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു മടിയുമില്ലാത്തവരാണ് പണക്കാർ. പക്ഷേ പാവപ്പെട്ട കേസിലോ, ഇത്ര രൂപ കൊടുത്ത് ഒരു കോഴ്സ് ഞാൻ പഠിക്കുകയാണെങ്കിൽ അതെനിക്ക് നഷ്ടമാവില്ലേ? അയ്യോ, ഒരു ബുക്ക് ഞാൻ മേടിച്ചു, ആ പൈസ പോയി, ഒരിക്കൽ വായിച്ചു കഴിഞ്ഞാൽ ആ പണം എൻ്റെ നിന്ന് പോയില്ലേ എന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴാണോ നമ്മൾ ആ കാശ് കൊടുത്ത് ബുക്ക് മേടിച്ച് ആ ബുക്കിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, അന്നു മുതൽ നമ്മൾക്ക് ഏണിങ്സും ധാരാളം സമ്പത്തും വരാൻ തുടങ്ങുന്നു. സോ എത്ര കാശാണ് എന്നല്ല നോക്കേണ്ടത്, നമ്മൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന മൂല്യം എന്താണ്, ആ മൂല്യം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നു, അല്ലെങ്കിൽ ആ മൂല്യം കൊണ്ട് എനിക്ക് എവിടെ എത്തിച്ചേരാൻ കഴിയുന്നു, എനിക്ക് എത്രമാത്രം അതിൽ നിന്ന് സമ്പാദിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. സോ ഓൾവേസ് സ്റ്റഡി. പക്ഷെ പാവപ്പെട്ടവർ എന്താ വിചാരിക്കുന്നത്, എനിക്കെല്ലാം അറിയാം, ഇനി പഠിക്കണ്ട, ഇനി പഠിച്ചിട്ടും കാര്യമില്ല, കാരണം എനിക്കൊരു ചെറിയ ജോലിയുണ്ട്, അങ്ങനെ പോകുന്നു, ജീവിതം അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നു, അത്ര മതി എന്ന് പറഞ്ഞ് ഒരു ലിമിറ്റിംഗ് ബിലീഫോട് കൂടി പ്രവർത്തിക്കുന്നവരാണ് പാവപ്പെട്ടവർ. സോ നമ്മൾക്ക് അതിൽ നിന്നും ട്രാൻസ്ഫോം ചെയ്യാനുള്ള സമയമാണിത്. എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക, സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടി കാശ് ചിലവാക്കുക. സോ അത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടമല്ല, അതൊരു നേട്ടമാണ്. ലൈഫ് കോച്ചസിൻ്റേതായിട്ടുള്ള 1 മന്ത് ക്ലാസ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ കൂടുതൽ ഡീറ്റെയിൽസ് അടുത്തുള്ള വീഡിയോസിൽ പറയുന്നതായിരിക്കും. അടുത്താണ്, റിച്ച് പീപ്പിൾസ് ആർ റെഡി ടു റിസീവ്. അതായത് സമ്പത്തുള്ളവർ, പണക്കാർ സ്വീകരിക്കാൻ തയ്യാറുള്ളവരാണ്. ഒരാൾ ഒരു സഹായം ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു അറിവ് തരുന്നു, ഒരു നിർദ്ദേശം തരുന്നു, എന്തുമാവട്ടെ, അത് ഒരു സമ്മാനമായിക്കോട്ടെ, എന്തും അവർ സ്വീകരിക്കാൻ റെഡിയാണ്. പക്ഷെ പാവപ്പെട്ട അങ്ങനെയല്ല. ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? ഞാനിത് മേടിച്ചാൽ കൊച്ചാവില്ലേ, ഇവരിൽ നിന്നൊക്കെ ചോദിക്കേണ്ട ആവശ്യം എന്താണ്? അല്ലെങ്കിൽ ഇവരോട് ചോദിച്ചാൽ ഞാൻ മോശക്കാരനാവുമോ, ഞാൻ അറിവില്ലാത്തവരാണെന്ന് ഇവർ വിചാരിക്കുമോ എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഒഴിവ് പറഞ്ഞ് അത് സ്വീകരിക്കാതെ കളയുന്നതാണ് പാവപ്പെട്ടവർ ചെയ്യുന്നത്. എന്നാൽ റിച്ച് പീപ്പിൾ ആർ റെഡി ടു റിസീവ്. അവർ നല്ലൊരു സ്വീകർത്താവാണ്.
റെഡി ടു ആക്സെപ്റ്റ്. അവർക്ക് വലിയ മനസ്സിൻ്റെ ഉടമകളായതുകൊണ്ടാണ് അവർ റിസീവ് ചെയ്യാൻ തയ്യാറാവുന്നത്. അടുത്തതാണ്, പാവപ്പെട്ടവർ എപ്പോഴും കാശ് മറ്റുള്ളവർക്ക് കൊടുത്താലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചാരിറ്റികൾ ചെയ്താലോ പണം കുറഞ്ഞു പോകുമോ എന്ന ഒരു ചിന്താഗതിയാണ്. അവർ പ്രവർത്തിക്കുന്നുണ്ടാവും, ചാരിറ്റി ചെയ്യുന്നുണ്ടാവും, പക്ഷെ അവരുടെ മൈൻഡ് സെറ്റ് എന്നത് അയ്യോ എൻ്റെ കാശ് ഇത്ര കുറഞ്ഞു പോയില്ലേ, ഇത്ര 1000 രൂപ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ഓർഫനേജിലോ അല്ലെങ്കിൽ വേറൊരു സ്ഥാപനത്തിലോ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു സഹായം ചെയ്തു കഴിഞ്ഞാൽ അത്രയും എമൗണ്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്നും കഴിഞ്ഞു പോയില്ലേ, അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ പണക്കാരങ്ങനെയല്ല. ഒരു ചാരിറ്റി ചെയ്യുമ്പോൾ അവർ വളരെ സന്തോഷപൂർവ്വം, വളരെ കോൺഫിഡൻ്റായി, ഹാപ്പി ആയിട്ടാണ് ചെയ്യുന്നത്. സോ അവരിലേക്ക് ആ പണം ഇരട്ടിയായി തിരിച്ചു വരുമെന്ന് അവർക്കറിയാം. അതിൻ്റെ ആ സൈക്കോളജി ഓഫ് മണി അറിയുന്നത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. സോ ഇനി മുതൽ ചാരിറ്റി ചെയ്യുമ്പോഴും മറ്റുള്ളവർക്ക് സഹായം ചെയ്യുമ്പോഴും വളരെയധികം സന്തോഷത്തോടു കൂടി ആ പണത്തെ നിങ്ങൾ പറഞ്ഞയക്കുക. കാരണം ആ പണത്തിൻ്റെ വൈബ്രേഷൻസ് നിങ്ങൾ കൊടുക്കുന്നതിനനുസരിച്ചാണ് പ്രവർത്തിക്കുക. നിങ്ങൾ ഹൈ വൈബ്രേഷൻ നിന്നുകൊണ്ട് ഏറ്റവും നല്ല ചിന്താഗതിയോടുകൂടി ആ പണത്തെ കൊടുക്കുമ്പോൾ പണം ഇരട്ടിയായി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് കാണാം. അതാണ് മാജിക് ഓഫ് മണി അല്ലെങ്കിൽ സൈക്കോളജി ഓഫ് മണി. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത്, പണക്കാർ എന്നും അവരുടെ പ്രോബ്ലങ്ങളെക്കാൾ വലുതായി ചിന്തിക്കുന്നു. അതായത് പണക്കാർക്കറിയാം എന്താണ് അവരുടെ പ്രശ്നങ്ങളെന്ന് കറക്റ്റായി അറിയാം. പക്ഷെ പ്രശ്നങ്ങളിൽ തന്നെ കുടുങ്ങിക്കിടക്കാൻ അവർക്ക് താല്പര്യമില്ല. അവർ വേഗം സൊല്യൂഷൻസ് കണ്ടെത്തുകയും ക്വിക്ക് സൊല്യൂഷൻസ് കണ്ടെത്തി അതിന് ആ പ്രോബ്ലംസിനെ അവിടെ തന്നെ സോൾവ് ചെയ്ത് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി ചെയ്യുന്നു. പക്ഷെ പാവപ്പെട്ടവർ എന്താ ചെയ്യുക, ഒരു പ്രശ്നം വന്നു, ആ പ്രശ്നത്തെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുന്നു. ഊണില്ല, ഉറക്കമില്ല, ദിവസങ്ങൾ പോകുന്നു, അവർക്ക് യാതൊരു എനർജിയും ഇല്ലാതെ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം താളം തെറ്റിച്ച് ആ പ്രശ്നത്തെ വിപുലീകരിക്കുന്നു അല്ലെങ്കിൽ വലുതായി കാണുന്നു. പക്ഷേ പണക്കാരങ്ങനെയല്ല, അവരുടെ പ്രോബ്ലംസിനെക്കാളും വലുതായിട്ടാണ് അവർ അവരുടെ മൈൻഡ് വയ്ക്കുന്നത്, അല്ലേ? പ്രോബ്ലംസിനെ ചെറുതായി കണ്ടുകൊണ്ട് അവരുടെ ലൈഫ്, അവരുടെ ആക്ട്സ് എല്ലാം വലുതായി കാണുന്നു. അടുത്തതാണ്, പണക്കാർ ഏത് പ്രതിസന്ധിയിലാണെങ്കിലും എത്ര മൂഡ് ഓഫിലാണെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കും, അല്ലേ? എത്ര തടസ്സങ്ങളുണ്ടെങ്കിലും അവർ അത് ചെയ്തുകൊണ്ടേ പോകുന്നു. അവരുടെ പ്രവർത്തികൾ ഡേ ബൈ ഡേ അവരുടെ റൊട്ടീൻസ് ഒന്നും തെറ്റാതെ ചെയ്തുകൊണ്ട് പോകുന്നു. പക്ഷെ പാവപ്പെട്ടവർ അങ്ങനെയല്ല. ഏതെങ്കിലും ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ അവരുടെ റൊട്ടീൻസ് മുഴുവനായിട്ട്, ഒരു ദിനചര്യ മുഴുവനായി താളം തെറ്റുന്നു. ചിലതൊന്നും ചെയ്യാറില്ല. മൂഡ് ഓഫ് എന്ന് പറഞ്ഞ് പലതും മാറ്റി വയ്ക്കുന്നു, ഒഴിവുകൾ പറയുന്നു. അതുപോലെ തന്നെ എല്ലാത്തിൽ നിന്നും വിഡ്രോ ചെയ്ത് ജീവിക്കുന്നവരാണ്. എന്നാൽ പണക്കാരെന്നത് നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഓരോ പണത്തിൻ്റെയും വിലയറിഞ്ഞ്, സമയത്തിൻ്റെ വിലയറിഞ്ഞ് ജീവിക്കുന്നവരാണ് റിച്ച് പീപ്പിൾ. സോ അവർ സമയത്തിനനുസരിച്ചല്ല അവരുടെ വരുമാനം കണക്കാക്കുന്നത്, അവരുടെ റിസൾട്ടിനനുസരിച്ചാണ് അവർ വരുമാനം കണക്കാക്കുന്നത്. ഇപ്പോൾ ഒരു ഡേ ബൈ ഡേ ജോലി ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ, ഒരു ഡെയിലി വേജസിനാണെങ്കിൽ ഇത്ര മണിക്കൂറിന് ഇത്ര കാശ് എന്ന് പറഞ്ഞാൽ കൊടുക്കുക. പക്ഷേ ഒരു ബിസിനസ്സുകാരനോ മറ്റോ സെയിൽസുകാർക്കോ അങ്ങനെയല്ല. അവർ ചെയ്ത പ്രവൃത്തികളുടെ അളവ്, ആ ക്വാണ്ടിറ്റിക്കനുസരിച്ചാണ് അവർക്ക് കിട്ടുന്ന ഇൻകം എന്നതല്ലേ. സോ അവിടെ റിസൾട്ട് ബേസ്ഡ് ആണെങ്കിൽ ഇവർ ടൈം ബേസ്ഡ് ആണ്. സോ പണത്തെ നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നോ, പണത്തിനോടുള്ള നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എത്രമാത്രം നിങ്ങൾക്ക് മാറ്റാൻ കഴിയുന്നോ, അതിനനുസരിച്ച് പണം നിങ്ങളിലേക്ക് ഒഴുകിയെത്തും. ഒരിക്കലും ഒരാളെ സഹായിച്ചതുകൊണ്ട് ഈ ലോകത്തിൽ നിന്നോ നിങ്ങളുടെ കയ്യിൽ നിന്നോ പണം കുറയുന്നില്ല. അതായത് അബണ്ടൻ്റ്, അൺലിമിറ്റഡ് സമ്പത്താണ് ദൈവം ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്, അല്ലേ? ആ പ്രപഞ്ചനാഥൻ അൺലിമിറ്റഡ് ആയിട്ടുള്ള വെൽത്ത് നമുക്ക് തരാൻ റെഡിയാണ്. സോ എന്തുകൊണ്ടാണ് ഇടുങ്ങിയ മനസ്സും ഇടുങ്ങിയ ചിന്താഗതികളും കൊണ്ട് നമ്മൾ പണത്തെ നിരോധിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിലേക്ക് ഒഴുകി വരാനുള്ള പണത്തെ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നതിനാണ്? ആ മണി ബ്ലോക്സ് ഒക്കെ എടുത്തു കഴിഞ്ഞ് ഇതെല്ലാം അപ്ലൈ ചെയ്തുകൊണ്ട് ഒന്നുകൂടി പണത്തെ വിശാലമായ മനസ്സോടുകൂടി കണ്ട് വളരെയധികം ക്വാളിറ്റിയോടുകൂടി അതിനെ ചിലവഴിക്കുമ്പോൾ, അതിനെ സേവ് ചെയ്യുമ്പോൾ, അതിനെ റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ അത് തിരിച്ച് നമ്മളെയും റെസ്പെക്റ്റ് ചെയ്യുന്നത് കാണും. സോ എല്ലാവരും റിച്ചായിരിക്കുക, എല്ലാവരും ഹാപ്പി ആയിരിക്കുക, എല്ലാവരും നന്ദിപൂർവ്വം ജീവിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.